ബാബാജിയെ പോലുള്ള ചില ആളുകൾ അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. ചിലർക്ക് മാത്രം അദ്ദേഹം ഈ ബാബാജി എന്ന അവിടെ സന്യാസിമാരെല്ലാം ബാബാജി എന്നാണ് വിളിക്കുന്നത്. ഈ ശ്രീയം എന്ന് പറയുന്ന ഒരു നേരിട്ടറിയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഈ മഹാവതാർ ബാബാജിയെ പറ്റി പറയുന്നത് ബുദ്ധിസ്റ്റ് മോങ്സ്, ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഈ വർഷത്തിൽ ഒരിക്കൽ ഏതോ ഒരു മാസം പൗർണമി ദിവസം ഇങ്ങനെ ബാബാജിയെ പ്രത്യക്ഷപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. റെഡിനെസ്, തയ്യാറുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവർക്കും കാണാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയാൽ. ഇവർക്കെല്ലാം ഒരു അതീന്ദ്രിയ ശക്തികളുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പം ഈ മഹാവതാർ ബാബാജി ബദരിനാഥിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉണ്ടെന്നൊക്കെ പറയും. അതെ. അപ്പം ഞാൻ ബദരിനാഥിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ബാബാജി കേവ് എന്ന് പറഞ്ഞൊരു. അതെ അതെ. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ മഹാവതാർ ബാബാജി അല്ല എന്നാണ് കൂടുതൽ പേരും പറയുന്നത്. മഹാവതാർ ബാബാജിക്ക് കേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് കൺഡ്യൂസീവാണ്. കൺഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയ അനുഭവങ്ങളും ESP ഒക്കെ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. മനുഷ്യന്റെ ബോധം അവിടെയാണ് തുറക്കുന്നത്. അതെ അതെ. ഒരുപാട് ദൈവങ്ങളെ സമ്മാനിച്ച സ്ഥലമാണ് അത്. എല്ലാവരുടെയും മനസ്സ് തുറക്കത്തില്ല. പക്ഷെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ, നമുക്ക് വേറെ പ്രത്യേകിച്ച് മനസ്സിന് ലക്ഷ്യമൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ESP അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഉദാഹരണമായിട്ട് ഈ നാടെല്ലാം വിട്ട് അവിടെ ജീവിക്കുന്നവർ അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ കണ്ടെന്ന് വരാം. വീട്ടിൽ ഒരാൾ മരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിശേഷം നടക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ അവിടെ ഇരുന്ന് പെട്ടെന്ന് ഇതൊക്കെ കണ്ടെന്ന് വരാം. അത് ഇങ്ങനെ ഒരു ESP വർക്ക് ചെയ്യാൻ അവിടെ മൊത്തത്തിൽ ഹിമാലയത്തിൽ സാധ്യത കൂടുതലാണ്. അതിപ്പം ചില ആളുകൾ കടപ്പുറത്ത് പോകുമ്പോഴും അത് സംഭവിക്കും. നമ്മുടെ പ്രത്യേക ശക്തികൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അത് നമുക്കെല്ലാം അത് സംഭവിക്കാം. അതായത് ഹിമാലയത്തിൽ വെച്ച് സംഭവിക്കുന്നത് ഹിമാലയത്തിൽ അതിന് സാധ്യത കൂടുതലാണ്. അല്ല, അവിടുത്തെ എന്തെങ്കിലും ശക്തികൾ കൊണ്ടാണോ? അവിടുത്തെ ശക്തിയല്ല, അവിടുത്തെ എൻവയൺമെൻറ്റ് കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇവിടെ ചില ആളുകൾ കടപ്പുറത്ത് പോയിരിക്കുമ്പോൾ ഒരാൾക്ക് ഭയങ്കര പ്രശ്നത്തിനൊന്നും സൊല്യൂഷനില്ല. അയാൾ കടപ്പുറത്ത് പോയി വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി പുതിയ ഉൾക്കാഴ്ചയൊക്കെ കിട്ടിയെന്ന് വരും. അത് കടപ്പുറത്ത് ഇരിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ മലമുകളിൽ ചിലർ ഈ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പീരുമേട്ടിലും മൂന്നാറ്റിലും ഒക്കെ പോയിരിക്കും. അവിടെ ഇരിക്കുമ്പോൾ ഈ മല മുകളിൽ നിന്ന് ഇങ്ങനെ താഴ്വരയിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ അയാളുടെ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്. അതേ ഒരു പ്രക്രിയയാണ് ഹിമാലയത്തിൽ സംഭവിക്കുന്നത്. അവിടെ 130 വർഷമായിട്ട് അതിലേക്ക് ഞാൻ വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് സാധാരണ ആളുകളും പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ ട്രെക്ക് ചെയ്ത് പോകും. അങ്ങനെ പോകുമ്പോൾ അപൂർവമായിട്ട് ഈ വളരെ അൺയൂഷ്വലായിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധാരണ ആളുകളും ആരും ചെല്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നിച്ച് താമസിക്കുന്ന സന്യാസി കൂട്ടങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വലിയ ഒരു ഗ്രോത്ത് ഒന്നും ഇവർക്ക് ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവരെല്ലാം ഓരോ തരത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരാൾ പറഞ്ഞ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കുറേ സന്യാസികളുണ്ട്, അവർ പുറം ലോകമായിട്ടൊരു ബന്ധമില്ല, അവരെ പോയി കാണണം. അവിടെ ചെന്നപ്പോൾ ആദ്യം അവർ എന്നെ അകത്തോട്ട് കയറ്റാനൊക്കെ വിസമ്മതിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറ്റി. അപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇവരെല്ലാം ഓരോ ട്രാക്കിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇവർ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യം, എത്രയോ നൂറ്റാണ്ടായിട്ട് ഒരു സ്ത്രീയെ പോലും ഇതിനകത്ത് കയറ്റിയിട്ടില്ല, സ്ത്രീകളൊന്നും ഇതുവഴി വരില്ല. അപ്പോൾ സ്ത്രീയെ കാണുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന് ഇവർ വിചാരിച്ചിരിക്കും. പിന്നെ ഇവരെന്തോ വലുതായിട്ട് കിട്ടാനുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ധ്യാനിക്കുക.
പക്ഷെ ഇതുകൊണ്ടൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരിങ്ങനെ ഒരു ട്രാക്കിൽ കുടുങ്ങി കിടക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പം നേരെ മറിച്ച് ഈ അപൂർവമായിട്ടുള്ള സിദ്ധികളുള്ള അല്ലെങ്കിൽ ഈ ആത്മീയമായിട്ട് റിയലൈസേഷനുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ സാധാരണ മനുഷ്യരെ പോലെയാണ് ജീവിക്കുന്നത്. അവരിങ്ങനെ സാധാരണ ആളുകൾ പോകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. അവർ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത്, പക്ഷേ അവർ പ്രത്യേകിച്ച് ഒരു സന്യാസി വേഷമോ ഒന്നുമില്ല. പിന്നെ ആ ഹിമാലയത്തിൻ്റെ വൈബ്രേഷൻ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. കാരണം അവരൊന്നും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ നമ്മൾ മൈൻഡ് ഓപ്പൺ ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊന്നും തള്ളിക്കളയാൻ പാടില്ല, ഒന്നിനും വേണ്ടി ശ്രമിക്കാൻ പാടില്ല. ഈ ശ്രമമാണ് ഏറ്റവും വലിയ തടസ്സം. അതിങ്ങനെയുള്ളവരെ കണ്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്തിനെങ്കിലും ഇങ്ങനെ അന്വേഷിക്കുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ഭയം പൂർണ്ണമായിട്ട് ഇല്ലാതാകണം. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. അത് പല കാരണം കൊണ്ട് സംഭവിച്ചെന്ന് വരാം. ആ ഭയം ഇല്ലാതായി കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും കിട്ടണമെന്നുള്ള ഒരു ചിന്തയില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത, അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഈ സൂക്ഷ്മ ശരീരത്തിൽ ചില മനുഷ്യരെ കാണാമെന്ന് അവർ അവകാശപ്പെടാറുണ്ട്. പലരും അവർ കണ്ടതായിട്ട് പറയാറുണ്ട്. ഇപ്പം ബാബാജിയെ പോലുള്ള ചില ആളുകൾ അവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. ചിലർക്ക് മാത്രം അദ്ദേഹത്തിൻ്റെ രൂപം കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബാബാജി എന്ന അവിടെ സന്യാസിമാരെല്ലാം ബാബാജി എന്നാണ് വിളിക്കുന്നത്. പിന്നെ താങ്കൾ ഉദ്ദേശിക്കുന്നത് മഹാവതാർ ബാബാജി, അങ്ങനെ ഒന്നും ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തീർച്ചയില്ല. ചിലപ്പോൾ അത് വെറും ഒരു മിത്തോളജിക്കൽ കൺസെപ്റ്റായിരിക്കും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് തീർച്ചയില്ല. പക്ഷെ പലർക്കും ദർശനം കൊടുത്തിട്ടുണ്ട് എന്ന് പലരും അവകാശപ്പെടാറുണ്ട്. ഈ ഒരുപാട് പേര് ഇങ്ങനെ ഓരോ അവകാശങ്ങൾ പറയും. അതൊക്കെ അവരുടെ ഇമാജിനേഷനാകാം, ഭാവനയാകാം, ചിലപ്പോൾ ആയിരിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ മഹാവതാർ ബാബാജിയെ പറ്റി പറയുന്നത് ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഈ വർഷത്തിലൊരിക്കൽ ഏതോ ഒരു മാസം പൗർണമി ദിവസം ഇങ്ങനെ ബാബാജിയെ പ്രത്യക്ഷപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അത് മഹാവതാർ ബാബാജിയാണെന്ന് ആളുകൾ പറയുന്നു. അത് കാണാനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്, വലിയ ജനക്കൂട്ടം. ഞാൻ ആ സമയത്ത് അവിടെ പോയിട്ടില്ല. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് മോങ്സ് ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ, അവർ വെള്ള വസ്ത്രമാണ് ധരിക്കുന്നത്, അവരിങ്ങനെ നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ നിൽക്കും. അപ്പോൾ ഈ പോകുന്നവർ മഹാവതാർ ബാബാജിയുടെ രൂപം ഇങ്ങനെ കാണും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പോകാത്തതിൻ്റെ കാരണം എല്ലാവരും കാണുകയില്ലെന്നും പറയുന്നു. അതിനുള്ള റെഡിനെസ്, തയ്യാറുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാവർക്കും കാണാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയാനെ. അപ്പോൾ ഇത് ആളുകളുടെ ഇമാജിനേഷനാകാം, കാണാത്തവരും കണ്ടു എന്ന് പറയുന്നതാകാം. അപ്പോൾ ഈ എന്തിനും ബുദ്ധിസ്റ്റ് മോങ്സ് ഈ നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ഷൻ ആയിരിക്കാം ഇത്. അപ്പോൾ മഹാവതാർ ബാബാജിയെ പറ്റി കൃത്യമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്ന ഇങ്ങനെ ഒന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ ബാബാജിമാരുണ്ട്. ഇപ്പം ഈ മഹാവതാർ ബാബാജി ബദരിനാഥിൻ്റെ അടുത്ത ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ബദരിനാഥിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ഉള്ള ബാബാജി വേറൊരു ബാബാജിയാണ്. ബാബാജി കേവ് എന്ന് പറഞ്ഞൊരു. അതെ അതെ. പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ മഹാവതാർ ബാബാജി അല്ല എന്നാണ് കൂടുതൽ പേരും പറയുന്നത്. മഹാവതാർ ബാബാജിക്ക് കേവൊന്നുമില്ല. അദ്ദേഹം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവിടെ തന്നെ ഹിമാലയത്തിലുള്ള ഒരുപാട് പേർ പറയുന്നത് ഇതൊരു വെറും മിത്തോളജിയാണ്. ഈ ശ്രീയം എന്ന് പറയുന്ന ഒരു നേരിട്ടറിയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം മഹാവതാർ ബാബാജി നേരിട്ട് കണ്ടിട്ടുണ്ട്. അതെ, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഒരു മൊത്തത്തിലുള്ള ധാരണ അതൊരു മിത്തോളജിക്കൽ കൺസെപ്റ്റ് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ സത്യമായിരിക്കാം.
സാറിന് ഏതെങ്കിലും സാറ് ആദ്യമേ തന്നെ പറഞ്ഞു ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം തേടിയാണ് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കോൺഷ്യസ്നസ് തേടിയാണ് സാറ് പോയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ വെച്ചിട്ട് ഇതാണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. എല്ലാ സ്ഥലത്തും പ്രപഞ്ചത്തിൻ്റെ രഹസ്യം തന്നെയാണുള്ളത്. അതിന് പ്രത്യേക ഒരു സ്ഥലവുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ പ്രത്യേക ചില സ്ഥലങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക നിലയിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ചില പ്രത്യേകതകളുണ്ടായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കടപ്പുറത്ത് പോയിരിക്കുന്നത് സഹായമാകാം, മലയുടെ മുകളിലിരിക്കുന്ന സഹായകമാകാം. അതുപോലെ തന്നെ ഹിമാലയം മൊത്തത്തിൽ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ സഹായകമായ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ ചില ട്രാക്കുകൾ വഴിയൊക്കെ നടക്കുമ്പോൾ എവിടെ നിന്ന് നോക്കിയാലും ഈ പീക്സ് കാണാം. എൻ്റെ ഓർമ്മയിലുള്ളത് ഇപ്പോൾ നന്ദാദേവി എന്നൊരു പീക്കുണ്ട്. ചില സമയത്ത് അതിൻ്റെ താഴെയൊക്കെ മേഘങ്ങൾ വന്ന് മൂടും. അപ്പോൾ അതിൻ്റെ മോൾഭാഗം മേഘങ്ങളിൽ കൂടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് കോൺഷ്യസ് ആണെന്ന് നമുക്ക് തോന്നും. നമുക്കറിയാം ഇത് പാറയും കല്ലും മണ്ണും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എങ്കിലും നമ്മൾ കാണുമ്പോൾ അത് കോൺഷ്യസ് ആണെന്ന് ശക്തമായിട്ടൊരു ഫീലിംഗ് ഉണ്ടാകും. അപ്പം അത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നും നമ്മൾ അത് ഒന്നാണെന്നും ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ഇത് ശക്തമായ ഒരു ഫീലിംഗാണ്. അതല്ല എന്ന് നമുക്കറിയാമെങ്കിലും ആ ഒരു ഫീലിംഗ് വളരെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഫീലിംഗാണ്. അത് ഹിമാലയത്തിൽ പോയിട്ടുള്ളവരെല്ലാം പറയുന്ന ഒരു കാര്യമാണിത്. അല്ലെ, പോയി വന്നിട്ടുള്ള ഒരുപാട് പേർക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം അതിലൊരു രഹസ്യാത്മകത കലർത്തിയാണ് പലപ്പോഴും പറയാറുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും രഹസ്യം അവിടെ ഇരിക്കുന്നത്? വാസ്തവത്തിൽ രഹസ്യമൊന്നുമില്ല. അത് ആളുകൾ ഇങ്ങനെ ഒരു യോഗി പറക്കുന്നത് കണ്ടു, അത് പറക്കുന്നത് കണ്ട് കാണും. അതിലൊന്നും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ട്രാൻസ്ഫർമേഷനാണ് പ്രധാനം. അതിനവിടെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. എവിടെ വെച്ച് വേണമെങ്കിലും അത് സംഭവിക്കാം. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇവർക്കെല്ലാം ഒരു അതീന്ദ്രിയ ശക്തികളുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബഹുസഹസ്രം ആളുകളും അവർക്കൊരു ശക്തിയില്ലെന്ന് മാത്രമല്ല, അവരെല്ലാം റോങ് ട്രാക്കിൽ കിടക്കുന്നവരാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം.